ഹായ് ഓൾ. ഇപ്പോൾ സ്കൂളിൽ ലേണിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുട്ടികളെല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ പോവാണല്ലേ. വെക്കേഷൻ ഓൾമോസ്റ്റ് തീരാറായി. അപ്പം നിങ്ങളിനി പഠിച്ച് തുടങ്ങേണ്ട സമയമായി അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് എന്താ നോക്കണ്ടേ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, എന്നെ ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കണു. മൈസെൽഫ് വിപിന, സ്കൂളിൽ ലേണിങ്ങിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോണത്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഓക്കെ, ഇന്ന് പഠിക്കാനുള്ളതല്ല, പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബയോളജിയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പോകുക എന്നുള്ളതാണ്. ഓക്കെ, ആസ് എ ബയോളജി ടീച്ചർ എനിക്ക് നിങ്ങളോട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലേ, ക്ലാസ് ഒക്കെ ഇനി തുടങ്ങാൻ പോവുകയാണ്, അപ്പം നമുക്ക് നോട്ടുകളൊക്കെ ഇഷ്ടം പോലെ തയ്യാറാക്കേണ്ടി വരും അല്ലേ. ക്ലാസ് കേൾക്കുമ്പോഴും അല്ലാതെയും നമ്മുടെ സ്വന്തം നോട്ടും. അപ്പം നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ പറയുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ കൊല്ലത്തേക്കെങ്കിലും ഇങ്ങനെയൊന്ന് ബയോളജി നോട്ട്സ് ഒക്കെ തയ്യാറാക്കി നോക്കൂ. ഇനിയിപ്പോൾ നോട്ട് തയ്യാറാക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു വേയിലൂടെ നമ്മൾ നോട്ടൊക്കെ തയ്യാറാക്കി നോക്കിയാൽ ഇറ്റ് വിൽ ബിക്കം ആസ് എ ഹോബി. അതൊരു ഹോബി പോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു പോവാം ചിലപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, സോ എന്താണ് ഹൗ ടു മേക്ക് നോട്ട്സ് ഫോർ ബയോളജി ഇൻ ആൻ എഫക്റ്റീവ് വേ എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അപ്പം കൂടുതൽ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്കൂളിൽ ലേണിംഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കോഴ്സസ് ഒക്കെ വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ നോട്ട് എപ്പോഴും തയ്യാറാക്കുമ്പം ക്ലിയർ ആയിട്ടുള്ള കണ്ടന്റ്, അതായത് ഇപ്പോൾ ബയോളജിനെ സംബന്ധിച്ച് ബയോളജിയുടെ ക്ലാസ് ഒക്കെ കേൾക്കേണ്ടി വരും അല്ലെ. ബയോളജിയുടെ ക്ലാസ് ഇങ്ങനെ കേട്ട് സ്കൂളിലും കേട്ടു അല്ലെങ്കിൽ ട്യൂഷനിലും കേട്ടു എല്ലായിടത്തും കേട്ടിട്ട് നമ്മൾ കേൾക്കുക മറക്കുക ആ ഒരു പ്രോസസ്സ് പറ്റില്ല. നമുക്കത് എവിടെയെങ്കിലും എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ നമ്മൾ വെറുതെ ടീച്ചറെ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാവരുതല്ലോ. അതിനൊരു ക്ലിയർ കണ്ടന്റ് വേണം. എന്താണ് പഠിപ്പിച്ചത് അത് തെറ്റാതെ നിങ്ങളുടേതായിട്ടുള്ള യുവർ ഓൺ വേയിൽ അത് എഴുതി വെക്കുക. ഓക്കെ, വിഷ്വൽ എലമെന്റ്സ്, നമുക്ക് കുറെ പിക്ചേഴ്സ് ഡ്രോ ചെയ്യാം. ഇപ്പൊ ഡിജിറ്റൽ വേൾഡിന്റെ കാലല്ലേ അല്ലേ. ഇപ്പൊ ഡിജിറ്റൽ ആണല്ലോ മൊത്തത്തില്, നമ്മുടെ വിരൽത്തുമ്പിലാണ് എല്ലാം ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ വിഷ്വൽ എലമെന്റ്സ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് വരച്ചിട്ട് ചെയ്യാം. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ ഓഫ് എ സെല്ലാണ് ബയോളജിയിൽ പഠിക്കാൻ പോണത്. അപ്പൊ സ്ട്രക്ചർ ഓഫ് എ സെൽ നിങ്ങൾ പഠിക്കുമ്പോൾ സെല്ല് വരച്ച് വെക്കുക. അത് നല്ല ഭംഗിയിൽ. വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരാരല്ലേ, വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വരയ്ക്കാൻ കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടാവും അല്ലേ. സോ വിഷ്വൽ എലമെന്റ്സ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് പുസ്തകം തുറന്നു നോക്കുമ്പോൾ ഹായ് കൊള്ളാലോ, നല്ല കളർഫുൾ ആയിട്ടുള്ള ബുക്ക് അല്ലേ, നമുക്ക് പഠിക്കാൻ തോന്നും. പിന്നെ എൻഗേജിങ് ഫോർമാറ്റിംഗ്. നിങ്ങളുടെ നോട്ട് എങ്ങനെയാണ് ചറപറ ഒരു പേജിൽ ഇങ്ങനെ വലിച്ചു വരിയിടുകയാണോ ചെയ്യേണ്ടത്? അല്ല, എന്ത് ചെയ്യണം, നമ്മൾ അതിനൊരു നല്ലൊരു ഫോർമാറ്റിംഗ്, ഒരു ലേ ഔട്ട് ഒക്കെ കൊടുത്ത് അല്ലെ, കളർ പെന്നുകളൊക്കെ യൂസ് ചെയ്ത് കുറെ ലോട്ട് ഓഫ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്താൽ അതൊരു പൂന്തോട്ടം പോലെ നിൽക്കും നമ്മുടെ പുസ്തകങ്ങളൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ. അപ്പൊ എന്ത് ചെയ്യണം, അവിടുന്ന് ഇവിടുന്നും കിട്ടിയതും കേട്ടതുമായിട്ടുള്ള കുറെ പോയിന്റ് അങ്ങനെ ചെറുപ്പറാന്ന് എഴുതി വെക്കാതെ നല്ല വൃത്തിക്ക് നമുക്ക് നോട്ട് എഴുതാൻ തുടങ്ങാം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നോട്ട്സ് ബയോളജി, പെർട്ടിക്കുലർലി ഇപ്പൊ എന്റെ സബ്ജക്ട് ബയോളജി ആയതുകൊണ്ട് തന്നെ ഞാനൊക്കെ എങ്ങനെയാണ് നോട്ട് തയ്യാറാക്കിയത് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഇതൊരു പെർട്ടിക്കുലർ ക്ലാസ്സിന് വേണ്ടിയിട്ടൊന്നുമല്ല, എല്ലാ ക്ലാസ്സിനും വേണ്ടിയിട്ട് കേട്ടോ. എല്ലാ ക്ലാസ്സിലെയും ബയോളജി പഠിക്കുന്ന, സയൻസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പൊ ഫുള്ളായിട്ട് ഒന്ന് കേൾക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നോട്ടുകൾ തയ്യാറാക്കുമ്പോഴുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ ആ മെത്തേഡ് ഒന്നും ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ആ മെത്തേഡിൽ പറഞ്ഞിരിക്കണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളൊരു പരീക്ഷണമാണല്ലോ. ഓക്കെ, സോ യൂസിങ് ദ കോർണൽ മെത്തേഡ്, ഒരു മെത്തേഡിന്റെ പേരാണ് കോർണൽ മെത്തേഡ്. ഓക്കെ, കോർണൽ മെത്തേഡില് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ലേ ഔട്ട് കൊടുക്കട്ടെ. നമ്മൾ 3 കോളം ആക്കിയിട്ട് കോർണൽ മെത്തേഡ് വഴി നമ്മൾ ബയോളജി നോട്ട് എഴുതാം. 3 കോളം ആക്കിയിട്ടാണ്. അതിൽ എന്തൊക്കെയാണ് ലേ ഔട്ടില്? ഒന്ന് ക്യൂ കോളം ഉണ്ടായിരിക്കും, രണ്ടാമത്തത് നോട്ട് ടേക്കിംഗ് ഏരിയ ഉണ്ടാവും, മൂന്നാമത്തത് ഒരു സമ്മറി ആക്ഷൻ ഉണ്ടാവും. അപ്പൊ ആദ്യം എന്താ ചെയ്യാ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ബയോളജി തന്നെ എടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തു. ഫോട്ടോസിന്തസിസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ, ഫോട്ടോസിന്തസിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു കോളത്തിൽ ആദ്യം എഴുതാം. അതിൽ എന്താണ്, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ
ഇൻ പ്ലാന്റ്സ് വിച്ച് ഓർഗൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്, ഏത് ഓർഗനിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക, എന്തൊക്കെ വേണം ഫോട്ടോസിന്തസിസിന്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് എ ഹെഡിങ്. ഓക്കെ, ഒരു ടൈറ്റിൽ കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് രണ്ടാമത്തെ കോളത്തില് ഇത് ഇലാബറേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു നോട്ടായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടിട്ടോ അല്ലാതെ നിങ്ങൾ ബുക്ക് റീഡ് ചെയ്തിട്ടോ എങ്ങനെയായാലും അതിന്റെ ഒരു ചെറിയ ഇലാബറേറ്റഡ് നോട്ട് എന്ന് വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അയ്യോ ഇത് കുറെ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന മാതിരി അല്ല, കൺസൈസ്ഡ് ആയിട്ട് പോയിന്റ് അല്ലെ, സ്റ്റിക്ക് ടു ദ പോയിന്റ്. ആ പോയിന്റിലേക്ക് നോക്കിയിട്ട് വേണം എഴുതാൻ. ആ പോയിന്റ് മാത്രം നല്ല വൃത്തിക്ക്, പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കുക. അതാണ് രണ്ടാമത്തെ കോളം. മൂന്നാമത്തെ കോളം ഏറ്റവും താഴെ സമ്മറി. എന്താണ് നമ്മൾ ഫോട്ടോസിന്തസിസിൽ പഠിച്ചത്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഫോട്ടോസിന്തസിസിൽ പഠിച്ചത്, അങ്ങനെയുള്ള സമ്മറി അതിന്റെ ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ എഴുതുക. ഓക്കെ, ഞാൻ അതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ ആദ്യം നമ്മൾ ഒരു ടൈറ്റിൽ കൊടുക്കണു, പിന്നെ ക്യൂ ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഫോട്ടോസിന്തസിസ് അല്ല, ഇൻ ദ കേസ് ഓഫ് ഡൈജഷൻ അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ, ഏത് ബയോളജിക്കൽ പ്രോസസ് എന്തോ ആയിക്കോട്ടെ, ഏതാണോ നമ്മുടെ ടോപ്പിക് അതിന് റിലേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ കോളത്തിൽ എഴുതി വെക്കുക. രണ്ടാമത്തേൽ അതിന്റെ കീ തോട്ട്സും മെയിൻ നോട്ട്സും എഴുതി വെക്കുക. മൂന്നാമതായിട്ട് ഏറ്റവും താഴെ സമ്മറി. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു സെമിനാർ, പരീക്ഷ എന്തോ ഉണ്ടായിക്കോട്ടെ, ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്കിത് നമ്മുടെ ബ്രെയിനിൽ കയറ്റണം, നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് മനസ്സിലാവണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ നോട്ട് തുറക്കുക, അതിന്റെ സമ്മറി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓ ഇതാണല്ലേ അപ്പൊ ഇതിലുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് മെത്തേഡ്? അത് നമ്മുടെ കോർണൽ മെത്തേഡാണ് കേട്ടോ. ഓക്കെ, മെത്തേഡ് ഒന്നും പഠിക്കണ്ട, ഇങ്ങനെ നോട്ട് എഴുതി ഒന്ന് പരിശീലിച്ച് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഒരു പരീക്ഷണാണ്, പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവർക്കും മേ ബി ഇത് യൂസ്ഫുൾ ആവണം എന്നില്ല. ഇപ്പം 100-ൽ 100 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള രീതി ഉണ്ടാവും നോട്ട്സ് എഴുതാൻ. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, ആ കുട്ടിയുടെ നോട്ട് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണല്ലോ ഫുൾ മാർക്ക് കിട്ടിയത്. അതല്ലാതെ ഇപ്പൊ നോട്ട് പഠിക്കുമ്പോൾ പരീക്ഷയുടെ തലേന്നൊക്കെ നോട്ട് നമ്മൾ ഇങ്ങനെ നോക്കി ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കൂടുതൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് നോട്ട് തയ്യാറാക്കി നോക്കൂ. ഓക്കെ, ആൻഡ് പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി പറഞ്ഞുതരാം. ഔട്ട്ലൈൻ മെത്തേഡ്. ഔട്ട്ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഔട്ട്ലൈൻ പോലെ എഴുതി വെക്കുക. ഇപ്പൊ സെൽ സ്ട്രക്ചർ, സെല്ല് പഠിച്ചു, നമ്മൾ സെല്ലിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് എഴുതുക? സെൽ സ്ട്രക്ചർ, സെല്ലിന്റെ സ്ട്രക്ചർ. സെൽ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ അണ്ടറിൽ സെല്ലിന്റെ ഉള്ളിൽ നമ്മൾ ന്യൂക്ലിയസ് പഠിച്ചു, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് DNA ഉള്ളത്. അങ്ങനെ ഒരു ഫ്ലോ വരുത്തുക. ഓക്കെ, ഒരു ഔട്ട്ലൈൻ വരുത്തുക. നമ്മളിത് മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ സെല്ലിനെ പറ്റിയാണ് പഠിക്കുന്നത്, സെല്ലിന്റെ ഉള്ളിലാണല്ലോ ന്യൂക്ലിയസ് ഉള്ളത്, ന്യൂക്ലിയസിലാണല്ലോ DNA ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഉള്ളതാണ് മാപ്പിംഗ് മെത്തേഡ്സ്. മൈൻഡ് മാപ്പ് എങ്ങനെയാണ്? നമ്മുടെ ബയോളജിയിൽ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് അല്ലേ? എന്തൊക്കെ പ്രോസസ്? ഡൈജഷൻ, സർക്കുലേഷൻ, നെർവസ് സിസ്റ്റം, അങ്ങനെ കുറേ പ്രോസസ്സുകൾ ഉണ്ട് ബയോളജിയിൽ. കാർഡിയാക്, ഹാർട്ടിനെ സംബന്ധിച്ച സർക്കുലേഷൻ, അങ്ങനെ കുറേ പ്രോസസ്സുകൾ ഉണ്ട് അല്ലേ? സോ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എടുത്ത് നോക്കാം നമുക്ക്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഒരു വലിയൊരു ലോങ് പ്രോസസ് ആണ് അല്ലേ, നമ്മുടെ ബോഡി എടുത്ത് നോക്കിയാൽ. അപ്പൊ അതിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു മൈൻഡ് മാപ്പ് വെക്കുക നമ്മൾ. ആദ്യം ഹാർട്ട്, സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഹാർട്ടിനെ പറ്റി പഠിക്കുക. ഹാർട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് വെസൽസ്, അതിൽ കുറെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസ് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിനെ പറ്റി, ബ്ലഡിലും കുറെ, കാരണം ഇതൊക്കെ ഓരോരോ ഇതിന്റെ ഉള്ളിലൊക്കെ ഇനിയും കുറെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് എന്താണോ പഠിക്കുന്നത്, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് ഉണ്ട്, ഹാർട്ടിനെ പറ്റിയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിനെ പറ്റി പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡ് ഉണ്ട്, അപ്പൊ ബ്ലഡിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അങ്ങനെ പഠിക്കുക. ഓക്കെ, അല്ലാതെ എല്ലാം കൂടി വലിച്ചു വാരിയിട്ടിട്ട് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതുണ്ട്, വെസൽസ് ഉണ്ട്, അത് കഴിഞ്ഞ് ചില കുട്ടികളോടൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അല്ലേ അവര് പറയും എന്താ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറയുമ്പോൾ അവര് റാൻഡം ആയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് തരും. അതത്ര ശരിയല്ലല്ലോ, നമുക്ക് തന്നെ ഒരു അറേഞ്ച്മെന്റ് ഇല്ലാത്ത പഠിത്താവും. അപ്പൊ അതെന്ത് ചെയ്യുക, നിങ്ങൾ നല്ല മൈൻഡ് മാപ്പും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഹാർട്ടിന്ന് തുടങ്ങുക, എന്നിട്ട് ബ്ലഡ് വെസൽസ് തുടങ്ങുക, ബ്ലഡ് തുടങ്ങുക. അപ്പൊ ഓരോ ഹെഡിങ്ങിന്റെയും ഓരോ സബ് ഹെഡിങ്ങിന്റെ അടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഓക്കെ, പിന്നെ ചാർട്ടിംഗ് മെത്തേഡ്.
നമ്മൾ ടേബിൾ യൂസ് ചെയ്യുക അല്ലേ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എഴുതണം, അല്ലെങ്കിൽ യൂക്കാരിയോട്സും പ്രൊക്കാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ് എഴുതണം. അപ്പൊ നിങ്ങൾ അതിങ്ങനെ പോയിന്റ് യൂക്കാരിയോട്ടിക് സെൽ അതിന്റെ താഴെ ഒരു 5-6 പോയിന്റ് എഴുതുക, പിന്നെ അടുത്തത് പ്രൊക്കാരിയോട്ടിക് സെൽ അതിന്റെ താഴെ ഒരു 5-6 പോയിന്റ് എഴുതുക. ഇതിനേക്കാളൊക്കെ നല്ലത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് രണ്ടും കൂടി ബെസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ടേബിളിലാക്കി എഴുതുക അല്ലെ. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പൊ ആണെങ്കിൽ എന്താ, സ്ഥലവും ലാഭം. നമ്മൾ ഇങ്ങനെ ഒരു പേജ് കാണുമ്പോൾ തന്നെ ഓ ഇതൊക്കെയാണല്ലേ ഡിഫറൻസ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ടേബിള് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ബോക്സിംഗ് മെത്തേഡ്, ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ബോക്സിലാക്കി വെക്കുക. അതായത് ഇപ്പം ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്, ലീവ്സിൽ. അപ്പൊ ലീവ്സിൽ എന്തൊക്കെയുണ്ട്, ക്ലോറോഫിൽ പിഗ്മെന്റ്, എന്തിനാണ് അപ്പൊ ക്ലോറോഫിൽ പിഗ്മെന്റ്, അങ്ങനെ ഓരോരോ കാറ്റഗറീനെ ഓരോരോ ബോക്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നുള്ളത് ഫ്ലോ മെത്തേഡ്. എന്താണ് ഫ്ലോ മെത്തേഡ്? ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കേൾക്കണം, നമുക്കിപ്പം ബയോളജിയിൽ എന്തൊക്കെ ഉണ്ടാവും, കുറെ ലോങ് പ്രോസസ്സുകൾ ഉണ്ടാവും അല്ലെ. ഡൈജഷൻ, സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനത്തെ കുറെ ലോങ് ബയോളജിക്കൽ പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ഒരു കഥ പോലെ പഠിക്കാൻ നോക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡൈജഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ചെറിയ ക്ലാസ്സും ആയിക്കോട്ടെ വലിയ ക്ലാസ്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പിസ്സ കഴിച്ചു. നമ്മളിപ്പോൾ ഒരു പിസ്സ കഴിച്ചിട്ട് ആ പിസ്സയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബോഡിയിൽ വരിക, ആ പിസ്സ എങ്ങനെയാണ് നമ്മൾ കഴിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്, അൾട്ടിമേറ്റ്ലി ഇങ്ങനെയാണല്ലോ ഡൈജഷൻ നടക്കുക. അപ്പൊ അതൊരു സ്റ്റോറി ആയിട്ട് നമ്മൾ എഴുതുക. ആ സ്റ്റോറിയിൽ ചിലപ്പോൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, നമ്മളായിരിക്കാം ക്യാരക്ടേഴ്സ്, ഇല്ലെങ്കിൽ ബയോളജിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓർഗൻസിനെ ഓരോ ക്യാരക്ടർ ആക്കി എഴുതുക. എന്നിട്ട് അവർ തമ്മിൽ പറയുന്ന കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അക്കോർഡിംഗ് ടു യുവർ ക്രിയേറ്റിവിറ്റി. നമുക്ക് ബയോളജി എത്ര നന്നാക്കി രസകരമായിട്ട് പഠിക്കാൻ പറ്റും അല്ലെ. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയാണ് നമ്മൾ ഈ ബയോളജിയുടെ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അതൊരു സ്റ്റോറി പോലെ, ഒരു സ്റ്റോറി ലൈൻ പോലെ നമ്മൾ കൊണ്ടുപോവുക. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എക്സാമിന്റെ ടൈമിൽ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആ ഫ്ലോ പെട്ടെന്ന് പിടികിട്ടുകയും നിങ്ങളൊന്നും മിസ്സാവാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ജസ്റ്റ് ട്രൈ ഇറ്റ്. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്കെച്ച് നോട്ട്സ്, നമ്മളെ ഡ്രോയിങ്സ്. ഒബ്വിയസ്ലി ബയോളജിയിൽ കുറെ ഡ്രോയിങ്സ് ഉണ്ടാവും. മൈറ്റോകോൺട്രിയ, അപ്പൊ സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ സെല്ലിന്റെ ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ, ലൈസോസോം, വാക്യൂൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വരച്ച് എഴുതാൻ നോക്കുക മാക്സിമം. ഓക്കെ, ഇത് നമ്മുടെ വിഷ്വൽ മെമ്മറിയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂട്ടും. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ബയോളജി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു മൂന്ന് കളർ ഓഫ് പെന്നുകളെങ്കിലും വേണം. ഓക്കെ, 3 കളർ പെന്നുകളെങ്കിലും നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക. എന്നിട്ട് പ്രത്യേകമായിട്ട് ഒരു കോഡിംഗ് ഒക്കെ വെക്കുക, ഒരു കളർ കോഡിംഗ് ഒക്കെ വെക്കുക. അതായത് ഇപ്പൊ ഗ്രീൻ ഫോർ ഡെഫിനിഷൻസ് ആൻഡ് ബ്ലൂ ഫോർ എക്സാമ്പിൾസ് ആൻഡ് റെഡ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, ഗ്രീൻ ഫോർ ഡെഫിനിഷൻസ്. എന്താണ് ഡെഫിനിഷൻസ് ഒക്കെ, ഫോട്ടോസിന്തസിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ അത് ഗ്രീൻ കളറിൽ കൊടുക്കുക. അങ്ങനെ അതൊരു കളർ കോഡ് ഇട്ട് ഒരു 3-4 പേജ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3-4 ക്ലാസ്സിലുള്ള നോട്ട് നിങ്ങൾ ഈ വേയിൽ തയ്യാറാക്കി നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒബ്വിയസ്ലി നിങ്ങൾ അത് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് പേജ് മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റെഡ് കളറിൽ ഞാൻ എഴുതാറുള്ള ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നോക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫുള്ള് പേജും വായിക്കണ്ട, ആ കളറുള്ളത് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, ബ്ലൂ ഫോർ എക്സാമ്പിൾസ് ആൻഡ് റെഡ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ കോഡിംഗ് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും മിസ്സും ഞാനടക്കം നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു തരുമല്ലോ. അപ്പൊ നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കടൽ പോലെ ഇൻഫർമേഷൻസ് കിടക്കുകയാണ് അല്ലേ നമ്മുടെ മുമ്പിൽ. ബയോളജി മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ഈ ബേസിക് സയൻസിലുള്ള എല്ലാ പാർട്ടും നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കുറേ കിടക്കുകയാണ് നമുക്ക് പഠിക്കാന്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കുള്ളത് പിക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇത് കുറച്ച് ഈ നോട്ട്സ് ഒക്കെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് കിടന്നാൽ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തിരി മടിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 100% ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് യൂസ് നെമോണിക്സ് ആൻഡ് അനലോഗീസ്. ഫോർ എക്സാമ്പിൾ, നെമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് എന്തെങ്കിലും ഒരു ബയോളജിയുടെ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള കുറച്ച് ട്രിക്കി ആയിട്ട് നമ്മൾ അത് പഠിക്കുക. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫോർ ഗുഡ് സോപ്പ്. ഒരു സെന്റൻസ് ആണ് അല്ലെ, കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫോർ ഗുഡ് സോപ്പ്. ചില കുട്ടികൾക്ക് അറിയുണ്ടാവും, ചിലർക്ക് അറിയുണ്ടാവില്ല അതെന്താണ്. അപ്പം ഇത് ഈ സെന്റൻസ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്
ടാക്സോണമിക്കൽ ഹൈറാർക്കി ഉണ്ട് അല്ലേ, നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഉണ്ട് അല്ലേ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് 7 ടൈപ്പിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ടാക്സോണമിയിൽ. അപ്പോ അതിന്റെ ഓരോരോ ഫസ്റ്റ് ലെറ്റർ കിങ്ഡം, കിങ്, അതിനെ ഞാൻ കിങ് എന്ന് കൊടുത്തു. പിന്നെ സെക്കൻഡ് ഫൈലം, അതിന് ഞാൻ ഫിലിപ്പ് എന്ന് കൊടുത്തു. പിന്നെ ക്ലാസ്, അതിന് കെയിം എന്ന് കൊടുത്തു. അപ്പൊ ഈ ഒരു സെന്റൻസ് പഠിച്ചു പോയാല് ആ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന് പെട്ടെന്ന് മനസ്സിലാവാത്ത കുട്ടിക്ക് ഈ ഓർഡർ പഠിച്ചു പോയിട്ട് അത് പരീക്ഷയുടെ അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ എഴുതി വെച്ച് നമുക്ക് പെട്ടെന്ന് അതിന്റെ ഓർഡർ കിട്ടുമല്ലോ. ഓക്കെ, അതിനെയാണ് നമ്മൾ നെമോണിക്സ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ഇത് പറഞ്ഞു തരും, ഇങ്ങനത്തെ കുറച്ച് ഷോർട്ട് ഫോം ഉണ്ട്, ട്രിക്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വേ ഓഫ് ഈ നെമോണിക്സ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ഇതിൽ നല്ലതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ, നമുക്കും എല്ലാവർക്കും ഒരുമിച്ച് അത് ഉപകാരപ്രദമാവുമല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്, കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫോർ ഗുഡ് സൂപ്പ്. ഈ ഒരു സെന്റൻസ് പഠിച്ചിട്ട് പോയാല് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതിന്റെ ഓർഡർ പിന്നെ ഏത് കുട്ടിക്കും കിട്ടും അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബയോളജിയിൽ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പഠിച്ചതല്ല, ഞാൻ എൻ്റെ ഒരു ഹംബിൾ സജഷൻ ആണ്, നിങ്ങൾ നന്നായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇനി തുടങ്ങുകയായി അല്ലേ, ക്ലാസ്സുകളൊക്കെ ഇനി തുടങ്ങി നമ്മൾ തകൃതിയായിട്ട് പഠിക്കാൻ പോവുകയാണ് അല്ലേ. കുറെ പിള്ളേർ ഇപ്പം CBSE-ലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ എക്സാം ആവുമ്പോൾ നമ്മൾ മറന്നു പോവാണ്. ബയോളജിനെയൊക്കെ സംബന്ധിച്ച് നമ്മളത് മറക്കും പെട്ടെന്ന്, അതിന്റെ വേർഡ്, അതിന്റെ ടെർമിനോളജീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പൊ എന്ത് ചെയ്യുക, നോട്ട്സ് നല്ല വൃത്തിക്ക് അട്രാക്റ്റീവ് ആയിട്ട് എഴുതി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തിങ് അതാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു വേ കൂടിയാണ് അത്. നമ്മൾ നമ്മുടെ സ്വന്തം നോട്ട് നല്ല വൃത്തിക്ക് നല്ല കളർഫുൾ ആയിട്ട് ഇതുപോലെയൊക്കെ കാണുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി നൈസ് അല്ലേ. നമുക്കത് കാണുമ്പോൾ തന്നെ ഹായ്, എന്റെ നോട്ട് എന്ത് ഭംഗിയാണ്, ഇന്ന് ഇതിനിപ്പോ പഠിക്കാം. അല്ലെങ്കിൽ ഇതിപ്പോ ഒരു 2 മാസം നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഹോബി ആയിട്ട് മാറും. ഞാനിത് എഴുതി പഠിക്കുമ്പോൾ നല്ലതായിരിക്കും, കുറെ കളറുകളൊക്കെ വെച്ചിട്ടോ ഈ കളർ യൂസ് ചെയ്യാം, അതൊരു രസമല്ലേ, ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പാർട്ട് ഫ്രം ഇങ്ങനെ വെറുതെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതിനേക്കാളും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഹോബി കൂടിയല്ലേ ഈ പറയുന്നത്. സോ കുട്ടികളെല്ലാരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബോക്സസ് ആഡ് ചെയ്യുക, ചാർട്ടുകൾ ആഡ് ചെയ്യുക, നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്ത തിയറികളൊക്കെ ഒരു സ്റ്റോറി പോലെ എഴുതി വെക്കുക, ഡ്രോയിങ്സ്, കുറച്ച് വരയ്ക്കാനുള്ള ചിത്രങ്ങളൊക്കെ സൈഡിൽ വരച്ച് വെക്കുക, കളർ കൊടുക്കുക, ഹൈലൈറ്റ്സ് കൊടുക്കുക, പിന്നെ ഇതുപോലെ നെമോണിക്സ് ആഡ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആരും ഇത് മറക്കണ്ട, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഇനി ഐഡിയാസ് ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇനി തുടങ്ങാൻ പോവാണ്. എന്ത് ചെയ്യണം, നമ്മുടെ സ്കൂൾ ലേണിംഗിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു മടിയും വിചാരിക്കേണ്ട, ഇനിയിപ്പോൾ സമയമില്ല, വേഗം ജോയിൻ ചെയ്തോളാം. നമ്മുടെ സെഷൻസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ലൈവ് ക്ലാസ്സസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു തുടക്കമാവട്ടെ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.